ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. എല്ലാവർക്കും നമസ്കാരം. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ്, കൊച്ചിൻ ദേവസ്വം ബോർഡ്, കൂടൽമാണിക്യം ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്നീ 3 ദേവസ്വം ബോർഡുകളിലേക്കും ക്ലറിക്കൽ തസ്തികയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അവിടെ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും കൂടൽമാണിക്യം ദേവസ്വം ബോർഡിന്റെയും യോഗ്യത കേവലം SLC മാത്രമാണ്. പക്ഷെ അവിടെ ഓരോ വേക്കൻസി മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ഈ 2 ദേവസ്വവും സാമ്പത്തികമായി അത്ര ഫിറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു സംതൃപ്തിയോടുകൂടി അവിടെ ജോലി കിട്ടിയാൽ പോലും ജോലി ചെയ്യാൻ പറ്റുന്ന ദേവസ്വങ്ങളല്ല. പക്ഷെ നമുക്കറിയാം, ഗുരുവായൂർ ദേവസ്വം, തിരുവിതാംകൂർ ദേവസ്വം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സാമ്പത്തികമായ ഒരു സുരക്ഷിതത്വവും ആ ജോലിയിലൊരു സുരക്ഷിതത്വവും ഒക്കെ ഉറപ്പ് തരുന്ന 2 ദേവസ്വം ബോർഡുകളാണ്. പക്ഷേ ഇവിടെ പ്രശ്നം, ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ക്ലറിക്കൽ തസ്തികയുടെ ആ ഒരു ക്വാളിഫിക്കേഷൻ ഇവിടെ അമെന്റ് ചെയ്തു. അത് +2 ആക്കി. അത് നമുക്ക് സഹിക്കാം, മിക്കവാറും ആളുകൾക്കൊക്കെ +2 ഉണ്ടല്ലോ. പക്ഷെ അത് വേർഡ് പ്രോസസ്സിംഗ് എന്ന ഒരു ക്വാളിഫിക്കേഷൻ കൂടി ഉൾപ്പെടുത്തി പരിഷ്കരിച്ചു. അവിടെ സംഭവിച്ച കാര്യം പലരും ഇപ്പോൾ ഒരു പുതിയ തേങ്ങയായിട്ട് ഇതിനെ കാണുകയാണ്. നോക്കുമ്പോൾ 113 വേക്കൻസികൾ നിലവിലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ 50-ന് മുകളിൽ മാർക്കുള്ളവരെല്ലാം ആ റാങ്ക് ലിസ്റ്റിൽ കയറിയതാണ്. റാങ്ക് ലിസ്റ്റുള്ള മിക്ക എല്ലാവർക്കും ജോലി കിട്ടിയതാണ്. അങ്ങനെ ചരിത്രമുള്ള, ഇനിയും വേക്കൻസി ഉണ്ടാകുന്ന, നിലവിൽ വീണ്ടും ഒരു ലിസ്റ്റ് വന്നാൽ കൂടുതൽ നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുള്ള ഈ ഒരു തസ്തികയ്ക്ക് വേർഡ് പ്രോസസ്സിംഗ് എന്ന ആ ഒരു ക്വാളിഫിക്കേഷൻ തടസ്സമായി നിൽക്കുന്നതിന്റെ വേദന ഉദ്യോഗാർത്ഥികൾ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ തന്നെ ഉദ്യോഗാർത്ഥികളുടെ കയ്യിൽ കൊച്ചു IT ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ഇതിൽ പല ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ കയ്യിലുള്ള പല ക്വാളിഫിക്കേഷനുകളും നിങ്ങൾക്ക് വേർഡ് പ്രോസസ്സിംഗിന് പകരം ഉപയോഗിക്കാവുന്നതുമായിരിക്കാം. അപ്പോൾ അത് ഏതൊക്കെ? ഇവിടെ ഇവർ പറഞ്ഞിരിക്കുന്ന വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ആ യോഗ്യതയ്ക്ക് ഇക്വലന്റ് ആയി വരുന്ന 100 കണക്കിന് യോഗ്യതകളുണ്ട്. അത് ഏതൊക്കെ എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. നമുക്കത് ചർച്ച ചെയ്യാം. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോ 2002-ന് ശേഷം KGTE ലോവറോ ഹയറോ പാസ്സായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ആ സർട്ടിഫിക്കറ്റിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേർഡ് പ്രോസസ്സിംഗിന്റെ സർട്ടിഫിക്കറ്റ് കൂടി കിട്ടുന്നുണ്ട്. അവിടെ വേർഡ് പ്രോസസ്സിംഗ് നിങ്ങൾ പാസ്സായിട്ടുണ്ട്. ഇപ്പൊ ലോവർ ഇംഗ്ലീഷ്, ലോവർ മലയാളം, ഇത് രണ്ടും പാസ്സായിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിന്റെ വേർഡ് പ്രോസസ്സിംഗും മലയാളത്തിന്റെ വേർഡ് പ്രോസസ്സിംഗും നിങ്ങളുടെ കയ്യിലുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്കൊരു യോഗ്യത ആവശ്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾ 1992-ന് ശേഷം DCP, ഡിപ്ലോമ ഇൻ കൊമേഴ്സ്യൽ പ്രാക്ടീസ് പാസ്സായ ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ. അവിടെയും നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? നിങ്ങളുടെ കൈവശം വേർഡ് പ്രോസസ്സിംഗ് ഉണ്ട്. അത് മതി, ഈ DCP മതി. അതുപോലെ ഡിപ്ലോമ ഇൻ സെക്രട്ടേറിയറ്റ് പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങൾക്കത് മതിയാകും. പക്ഷേ ഈ ക്വാളിഫിക്കേഷൻസ് ഒന്നും തന്നെ പലരുടെയും കയ്യിലില്ല. വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ള രീതിയിൽ നേരിട്ടൊരു സർട്ടിഫിക്കറ്റും എടുത്തിട്ടില്ലാത്തവരും ഉണ്ടാകും. അപ്പോൾ എങ്ങനെ അയക്കാൻ കഴിയും? അവിടെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മാർഗനിർദ്ദേശകമാകുന്നത്. 100 കണക്കിന് യോഗ്യതകൾ ഇത്തരത്തിലുള്ളതായുണ്ട്. അത് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ. ഏതേത് സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഏതേത് യോഗ്യതകൾ വേർഡ് പ്രോസസ്സിംഗിന് തുല്യമായി ഇവിടെ പരിഗണിക്കപ്പെടും എന്ന കാര്യം നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. അപ്പോൾ ഇവിടെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിന് സമാനമായ കുറേ ക്വാളിഫിക്കേഷൻസ് നമ്മൾ പരിഗണിക്കുമ്പോൾ അവിടെ 100-ൽ കൂടുതൽ ക്വാളിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഒരുപക്ഷെ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ കൈവശം ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങളെ ഞാൻ ആദ്യമായിട്ട് ഒരു 3 ഇതിനനുബന്ധമായി വരുന്ന 3 കാര്യങ്ങളൊന്ന് പരിചയപ്പെടുത്തുകയാണ്. അതിൽ ഞാൻ നിങ്ങളുടെ ഇത് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാൻ പറയാൻ സാധ്യതയുള്ള ഒന്ന് അപ്പൻഡിക്സ് 1A-B-C എന്നുള്ളതാണ്. ഈ അപ്പൻഡിക്സ് 1A-B-C എന്ന് കേട്ടാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഒരു ഡേറ്റ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ ഞാൻ അവിടെ പറയുന്ന 1B, 1A, 1C എന്ന് പറയുന്ന ഈ 3 കാര്യങ്ങളിൽ വരുന്ന സ്ഥാപനങ്ങളുടെ പേരുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം 1A എന്ന് പറഞ്ഞാൽ അവിടെ 44 പോളിടെക്നിക്കുകളാണ്. 1B എന്ന് പറഞ്ഞാൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ്, 29 എണ്ണം. അപ്പൻഡിക്സ് 1C എന്നാണ് ഞാൻ പറയുന്നതെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജ് 9 എന്നാണ്. അതിൻ്റെ പേരുകളാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ആ ഒരു ഫോർമാറ്റിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഇതിന് ശേഷം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന 2 കാര്യങ്ങളാണ് അപ്പൻഡിക്സ് 2A യും അപ്പൻഡിക്സ് 2B യും.
ഇതിൻ്റെയും നിങ്ങളെ സംബന്ധിച്ച് പ്രിൻ്റ് എടുക്കാൻ കഴിയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ കഴിയുന്ന രീതിയിലൊരു PDF ഇതിനെ സംബന്ധിച്ചുള്ള കാര്യവും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുകൊള്ളാം. അപ്പോൾ ഈ 2 ഉറപ്പുകൾ തന്നതിന് ശേഷം, പക്ഷേ ഈ ക്വാളിഫിക്കേഷൻ ലിസ്റ്റൊന്നും അവിടെ ഇടുന്നില്ല, അത് നിങ്ങൾ വീഡിയോയിലൂടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ആ ക്വാളിഫിക്കേഷനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് കടക്കാം. നോക്കൂ, ഇവിടെ വേഡ് സ്റ്റാർ ആൻഡ് D/3+, ഇത് ഗവൺമെൻറ് എയ്ഡഡ് ആയിട്ടുള്ള പോളിടെക്നിക്കുകളിൽ നിന്ന് ഏത് പോളിടെക്നിക്കിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇവിടെ നമുക്ക് സമാന ക്വാളിഫിക്കേഷനായി തിരഞ്ഞെടുക്കാം. വിൻഡോസ് ആൻഡ് വേഡ്, ഇതും പോളിടെക്നിക്ക് തരുന്നതാണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷനിലെ പോളിടെക്നിക്കുകൾ വിതരണം ചെയ്യുന്ന വിൻഡോസ് ആൻഡ് വേഡ് എന്നുള്ള സർട്ടിഫിക്കറ്റും നമുക്കിവിടെ സമാന സർട്ടിഫിക്കറ്റായി പരിഗണിക്കാം. വേഡ് പ്രോസസ്സിംഗ് ആൻഡ് ഡേറ്റ എൻട്രി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് പോളിടെക്നിക്കുകൾ വിതരണം ചെയ്യുന്നുണ്ട്. ആ സർട്ടിഫിക്കറ്റുകൾക്ക് നമുക്ക് സ്വീകാര്യമാണ്. പിന്നെ അടുത്തത് ശ്രദ്ധിക്കുക, വേഡ് പ്രോസസ്സിംഗ് പോളിടെക്നിക് എന്ന് പറയുമ്പോൾ തന്നെ അത് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ സെൻറ്ററിന് കീഴിലുള്ളതാണ്. അവിടെ പോളിടെക്നിക്കുകൾ മാത്രമല്ല, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന അപ്പൻഡിക്സ് 1 പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, അതിൽ എയിൽ 44 പോളിടെക്നിക്കുകളുടെ പേരും, ബിയിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ 29 എണ്ണത്തിൻ്റെ പേരും, സിയിൽ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ പേരുമുണ്ട്. ഈ പറയുന്ന എല്ലാ സ്ഥാപനങ്ങളും ഇഷ്യൂ ചെയ്യുന്ന ഈ സർട്ടിഫിക്കറ്റ് സ്വീകാര്യമാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കി ആ സ്ഥാപനങ്ങളുടെ പേര് എടുക്കുക. ഞാനതങ്ങനെ തീർത്ത് പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകത്തുമില്ല, അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നത് കൺസോൾ ഓപ്പറേഷൻ. ഇത് ജനശിക്ഷ സംസ്ഥാൻ, IHRD കീഴിൽ വരുന്നൊരു സ്ഥാപനമാണ് ജനശിക്ഷ സംസ്ഥാൻ. അവരുടെ ഒരു ക്വാളിഫിക്കേഷനാണ് ഇത്, സമാന ക്വാളിഫിക്കേഷനാണ്. സർട്ടിഫിക്കറ്റ് ഇൻ വേഡ് പ്രോസസ്സിംഗ് ആൻഡ് ഡേറ്റ എൻട്രി എന്ന് പറഞ്ഞാൽ റുട്രോണിക്സിൻ്റെ ഒരു ക്വാളിഫിക്കേഷനുണ്ട്. ഇത് സമാന തസ്തികയാണ്, സമാനമായ ക്വാളിഫിക്കേഷനാണ്. കമ്പ്യൂട്ടർ പ്രോഗ്രാം കോഴ്സ് ഇൻ വേഡ് പ്രോസസ്സിംഗ് DTP ആൻഡ് MS ഓഫീസ് എന്ന് പറഞ്ഞ് ജനശിക്ഷ സംസ്ഥാൻ കാലിക്കറ്റിൻ്റെ ഒരു ക്വാളിഫിക്കേഷനുണ്ട്. അത് നമുക്ക് സ്വീകാര്യമാണ് എന്ന കാര്യം ഓർക്കുക. പിന്നെ ഈ ജനശിക്ഷ സംസ്ഥാൻ കാലിക്കട്ട് എന്ന് പറയുന്ന മുൻപ് അറിയപ്പെട്ടിരുന്നത് ശ്രമിക് വിദ്യാപീഠം എന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ശ്രമിക് വിദ്യാപീഠം എന്ന രീതിയിലാണ് നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നെങ്കിലും അത് സ്വീകാര്യമായിരിക്കും. പിന്നെ ഷോർട്ട് ടൈം പ്രാക്ടിക്കൽ കോഴ്സ് ഓൺ വേഡ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ് ഇലക്ട്രോണിക് ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് ഡേറ്റ എൻട്രി ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ IHRD ഒരു ക്വാളിഫിക്കേഷനുണ്ട്. ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം, അത് സ്വീകാര്യമാണ്. DCA റുട്രോണിക്സിൻ്റെ DCA ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം, സ്വീകാര്യമാണ്. അതുപോലെ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ സെല്ല്, അതായത് ഞാൻ ഈ പറയുന്ന നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന അപ്പൻഡിക്സ് 1 എയിലും ബിയിലും സിയിലും പറയുന്ന 44, 29, 9 അത്രയും സ്ഥാപനങ്ങളിലെ ഈ സർട്ടിഫിക്കറ്റ്, അത്രയും സ്ഥാപനങ്ങൾ നിങ്ങൾ അവിടെ നോക്കി മനസ്സിലാക്കുക, ഇവിടെ നമുക്ക് പരിഗണിക്കാം. പിന്നെ DCA സ്റ്റെഡ് പ്രോജക്റ്റിൻ്റെ ഭാഗമായി കോഴിക്കോട് സ്റ്റെഡ് പ്രോജക്റ്റിൻ്റെ ഭാഗമായി നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ അംഗീകൃതമാണ്. DC ആൻഡ് ഓഫീസ് മാനേജ്മെൻറ്റ് എന്ന IHRDയുടെ സർട്ടിഫിക്കറ്റ് സ്വീകാര്യമാണ്. ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന ER&DCI, SIDAC, GISPACE ഇതൊക്കെ അത് ഡയറക്റ്റായിട്ട് കിട്ടുന്നതും ഫ്രാഞ്ചൈസിയിലൂടെ കിട്ടുന്നതും സ്വീകാര്യമാണ് എന്ന കാര്യം ഓർക്കുക. പിന്നെ ഇഗ്നറ്റിൻ്റെ DCA സ്വീകാര്യമാണ്. അതുപോലെ LBSൻ്റെ DCA സ്വീകാര്യമാണ്. അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന പേരിൽ DOE SEC സൊസൈറ്റികളുമായി അക്രഡിറ്റ് ചെയ്ത് കൊടുക്കുന്ന, അത് ഫ്രാഞ്ചൈസി കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അത് സ്വീകാര്യമാണ്. ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന 6 മാസമുള്ള കെൽട്രോൺ നൽകുന്ന ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. അത് നമ്മുടെ കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിങ്ങിന് സമാനമാണ്. അതുള്ളവർക്കും നമുക്കിപ്പോൾ ഇതിനയക്കാം, ദേവസ്വം ബോർഡിന് അയക്കാം. DC ആൻഡ് ബിസിനസ് മാനേജർ എന്ന പേരിൽ സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കേരള നൽകുന്ന ഒരെണ്ണമുണ്ട്. അത് നമുക്ക് അയക്കാം, അതനുസരിച്ച് നമുക്ക് അയക്കാൻ പറ്റും. ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് മൾട്ടിലിംഗ്വൽ DTP എന്ന് പറയുന്നൊരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. അത് നാഷണൽ കൗൺസിൽ ഫോർ ഉറുദു ലാംഗ്വേജ് മിനിസ്ട്രി ഓഫ് IHRD കൊടുക്കുന്നതാണ്. അതും നമുക്ക് സ്വീകാര്യമാണ്. പിന്നെ വരുന്ന DCA കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ സെൽ അപ്പൻഡിക്സ് 1A BC. അപ്പോൾ ഞാൻ അപ്പൻഡിക്സ് ഓർത്തല്ലോ, അപ്പൻഡിക്സിൽ 1Aയിൽ പറയുന്ന 44 പോളിടെക്നിക്ക്, 29 ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, 9 എഞ്ചിനീയറിംഗ് കോളേജ്, ഇവയൊക്കെ നൽകുന്ന ഈ സർട്ടിഫിക്കറ്റ് DCA ബാധകമാണ്. അപ്പോൾ ഞാൻ അതിനെ സംബന്ധിക്കുന്ന കാര്യം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നോക്കി ആ സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് മനസ്സിലാക്കുക. പിന്നെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റേതാണ്, അത് സ്വീകാര്യമാണ്. ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ മാനേജ്മെൻറ്റ് അതും SIDACൻ്റേതൊക്കെയാണ്, ഡയറക്റ്റ് ആയിട്ടാണ്, ഫ്രാഞ്ചൈസി ആണെങ്കിലും സ്വീകാര്യമാണ്. പിന്നെ ഡിപ്ലോമ ഇൻ ഓഫീസ് ഓട്ടോമേഷൻ SIDACൻ്റേത് സ്വീകാര്യമാണ്. GISPACEൻ്റേത്
സ്വീകാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓർക്കുക. സി.ഡിറ്റിൻ്റേത് സ്വീകാര്യമായിട്ടുള്ളതാണ്. അതുപോലെ കേരള സ്റ്റേറ്റ് ലിറ്ററസി മിഷൻ അതോറിറ്റി നൽകുന്നതും സി.ഡിറ്റ് നൽകുന്നതും ഒക്കെ തന്നെ ഇവിടെ സ്വീകാര്യമാണ്. ഡിപ്ലോമ ഇൻ ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ER&DCI, സിഡാക്ക്, ജിസ്റ്റ് സ്പേസ്, ഡയറക്റ്റ് ആയാലും ഫ്രാഞ്ചൈസികളിലൂടെ ആയാലും സ്വീകാര്യമാണ്. പിന്നെ ഡിപ്ലോമ ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എക്സാമിനേഷൻസ് നൽകുന്ന ഒരു ക്വാളിഫിക്കേഷൻ, അതും സ്വീകാര്യമാണ്. അതുപോലെ A-ലെവൽ അഡ്വാൻസ്ഡ് ഡിപ്ലോമ എന്ന് പറയുന്ന DOE ACC സൊസൈറ്റിയുടെ ഒരെണ്ണമുണ്ട്, അത് സ്വീകാര്യമാണ്. സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി പോളിടെക്നിക് സ്കീം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 44, 29, 9 അത്രയും സ്ഥാപനങ്ങൾ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് നമ്മുടെ അപ്പൻഡിക്സ് അവിടെ കിടപ്പുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട്, നോക്കിക്കൊള്ളണം. ഇത് നമുക്ക് സ്വീകാര്യമായിട്ട് എടുക്കാം. പിന്നെ അടുത്തത് സർട്ടിഫിക്കറ്റ് ഇൻ DTP സി.ഡിറ്റ് നൽകുന്നതാണ്, അത് സ്വീകാര്യമാണ്. കമ്പ്യൂട്ടർ ആൻഡ് DTP ഓപ്പറേഷൻ ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സ്റ്റേറ്റ് ഓഡിയോ വിഷ്വൽ റിപ്പോഗ്രാഫിക് സെൻ്റർ നൽകുന്നത് സ്വീകാര്യമാണ്. കമ്പ്യൂട്ടർ ആൻഡ് DTP ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ നൽകുന്നതാണ്, സ്വീകാര്യമാണ്. കമ്പ്യൂട്ടറൈസ്ഡ് ഓഫീസ് മാനേജ്മെൻറ്റ് വിത്ത് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് സ്റ്റെറ്റ് പ്രോജക്റ്റിൻ്റെ ഭാഗമായി നൽകുന്നതാണ്. ഇത് ഇവിടെ നമുക്ക് സ്വീകാര്യമായ സർട്ടിഫിക്കറ്റാണ്. DTP ജനശിക്ഷ സൻസ്ഥാൻ നൽകുന്ന DTP നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമാണ്. DTP കേരള സ്റ്റേറ്റ് ഓഡിയോ വിഷ്വൽ റിപ്പോഗ്രാഫിക് സെൻറ്റർ നൽകുന്ന DTPയും നമുക്ക് സ്വീകാര്യമാണ്. കാനഡ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂഷൻ കോഓപ്പറേഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായി നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മളുടെ അപ്പൻഡിക്സ് 1 A-B-Cയിൽ പറയുന്ന യഥാക്രമം 44 പോളിടെക്നിക്കുകൾ, 29 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, 9 എഞ്ചിനീയറിംഗ് കോളേജുകൾ എന്നിവയിലെ ക്വാളിഫിക്കേഷനും ഇവിടെ സ്വീകാര്യമാണ്. അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവരെന്ത് ചെയ്യണം? ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി അവിടുത്തെ ലിസ്റ്റ് നോക്കണം. DTP ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ സബ്സെൻറ്റേഴ്സ് നൽകുന്നത് പോളിടെക്നിക്കിൽ, അതും സ്വീകാര്യമാണ്. DTP വിത്ത് ഡിജിറ്റൽ ഇമേജിംഗ് സ്റ്റെറ്റ് പ്രോജക്റ്റിൻ്റെ ഭാഗമായി ഗവൺമെൻറ് ഓഫ് കേരള നൽകുന്ന സർട്ടിഫിക്കറ്റ് സ്വീകാര്യം. ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് സ്റ്റെഡ് നൽകുന്നതാണ് സ്വീകാര്യം. DTP വിത്ത് സ്ക്രീൻ പ്രിൻറ്റിംഗ് കമ്മ്യൂണിറ്റി പോളിടെക്നിക് സ്കീമിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ അപ്പൻഡിക്സ് A-B-Cയിൽ പറയുന്ന 44, 29, 9 സ്ഥാപനങ്ങൾ, അത്രയും സ്ഥാപനങ്ങൾ നൽകുന്ന സർട്ടിഫിക്കറ്റ് സ്വീകാര്യമാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി അപ്പൻഡിക്സ് 1 നോക്കുക. പിന്നെ വരുന്നത് DTP ആണ്, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം സ്റ്റേറ്റ് ലിറ്ററസി മിഷൻ അതോറിറ്റി നൽകുന്നത്. പിന്നെ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് കമ്പ്യൂട്ടർ സെൻറ്റർ കോഴിക്കോട് നൽകുന്നത്. പിന്നെ അത് കൂടാതെ നമുക്ക് പറയാൻ കഴിയുന്നത് DTP വിത്ത് പ്രാക്ടിക്കൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ LBS നൽകുന്ന ഒരു യോഗ്യത. ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ നിന്ന് കിട്ടിയ യോഗ്യത. MS ഓഫീസ് BSS ഭാരത് സേവക് സമാജ് നൽകുന്ന MS ഓഫീസ് ആൻഡ് DTP എന്ന് പറയുന്ന കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ സെല്ല് നൽകുന്ന ക്വാളിഫിക്കേഷൻ. അവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി അപ്പൻഡിക്സ് 1 A-B-C നോക്കുക. അവിടെ 44 പോളിടെക്നിക്കുകളും 29 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളും 9 എഞ്ചിനീയറിംഗ് കോളേജുകളും കാണാം. അവ നൽകുന്ന സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ സ്വീകാര്യമാണ്. പിന്നെ വരുന്നത് ഡിപ്ലോമ ഇൻ ഗ്രാഫിക് ആൻഡ് മൾട്ടിലിംഗ്വൽ DTP ആണ്. അത് CDAC, ജിസ്റ്റ്, പേസ് അതൊക്കെയാണ്. ഡയറക്റ്റും ഫ്രാഞ്ചൈസി മുഖേന കിട്ടുന്നതും ശരിയാണ്. പിന്നെ ഡേറ്റ എൻട്രി ആൻഡ് കൺസോൾ ഓപ്പറേഷൻ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. അതും ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഈ പറഞ്ഞ അപ്പൻഡിക്സ് ഞാൻ ഡിസ്കഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പൻഡിക്സ് 1 പോയിട്ട് അവിടെ 1A, 1B, 1C നോക്കിക്കഴിഞ്ഞാൽ അവിടെ വരുന്ന പോളിടെക്നിക്കുകൾക്കും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾക്കും എഞ്ചിനീയറിംഗ് കോളേജുകൾക്കും ഒക്കെ ഈ ഡിഗ്രി ബാധകമാണ്. ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് സമാനമായൊരു ക്വാളിഫിക്കേഷനായി വേർഡ് പ്രോസസ്സിംഗ് സമാനമായ ഒരു ക്വാളിഫിക്കേഷനായി പരിഗണിക്കാം. പിന്നെ സർട്ടിഫിക്കറ്റ് ഇൻ വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് ഡേറ്റ എൻട്രി എന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നൽകുന്നൊരു സർട്ടിഫിക്കറ്റ്, അതായത് C.ഡിറ്റ് നൽകുന്നത്. പിന്നെ കമ്പ്യൂട്ടർ ഡേറ്റ എൻട്രി ഓപ്പറേഷൻ എന്ന പേരിൽ ശ്രമിക് വിദ്യാപീഠ്, രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഇവർ നൽകുന്ന സർട്ടിഫിക്കറ്റ്. പിന്നെ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ ആൻഡ് ഡേറ്റ എൻട്രി എന്ന പേരിൽ കെൽട്രോൺ നൽകുന്ന സർട്ടിഫിക്കറ്റ്. ഡേറ്റ എൻട്രി ആൻഡ് കൺസോൾ ഓപ്പറേഷൻ എന്ന പേരിൽ LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി നൽകുന്ന സർട്ടിഫിക്കറ്റ് C.ഡിറ്റ്. ഡേറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ LBS സെൻറ്റർ നൽകുന്ന സർട്ടിഫിക്കറ്റ്. ഡേറ്റ എൻട്രി ആൻഡ് സോഫ്റ്റ്വെയർ ഓപ്പറേഷൻ എന്ന പേരിൽ LBS സെൻറ്റർ നൽകുന്ന സർട്ടിഫിക്കറ്റ്. പിന്നെ ഡേറ്റ എൻട്രി ഓപ്പറേഷൻ ശ്രമിക് വിദ്യാപീഠ് നൽകുന്ന സർട്ടിഫിക്കറ്റ്. ഡേറ്റ എൻട്രി ഓപ്പറേഷൻ നമ്മുടെ NTC ഒരു പ്രൊഫഷണൽ ട്രേഡ് കിട്ടുന്നുണ്ട്, ITIക്ക് കിട്ടുന്നുണ്ട്, ആ സർട്ടിഫിക്കറ്റ്. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ കോഴ്സ് SCA SCP ട്രെയിനിങ് അനുസരിച്ച് കിട്ടുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ അപ്പൻഡിക്സ് 1 A-B-C നോക്കുക. അവിടെ പറയുന്ന 44 പോളിടെക്നിക്കുകളിൽ നിന്നും 29 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ നിന്നും 9 എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും കിട്ടുന്ന ഈ യോഗ്യത നമുക്ക് ഇതിന് ഇക്വലൻ്റ് ആയിട്ട് പരിഗണിക്കും. പിന്നെ വരുന്ന ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ വേർഡ് സ്റ്റാർ
ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, വേഡ് സ്റ്റാർ, വേഡ് പ്രോസസ്സിംഗ്, ഡി ബേസ്, ലോട്ടസ്, അതും കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ നമ്മൾ അപ്പൻഡിക്സ് 1 എന്ന് പറയുന്ന ആ ഫോം എടുത്ത് നോക്കുക. അതിൽ എയിലും ബിയിലും സിയിലും പറയുന്ന അത്രയും സ്ഥാപനങ്ങൾ 44 പോളിടെക്നിക്കുകൾ, 29 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, 9 എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്ന് ലഭിച്ച ക്വാളിഫിക്കേഷനൊക്കെ തന്നെ നമുക്ക് സമാന ക്വാളിഫിക്കേഷനായി പരിഗണിക്കും. പിന്നെ ഡേറ്റ പ്രോസസ്സിംഗ് ആൻഡ് കൺസോൾ ഓപ്പറേഷൻ VHSCയുടേത് പരിഗണനാർഹമായ സമാന സ്വഭാവമുള്ള ഒരു സർട്ടിഫിക്കറ്റാണ്. കമ്പ്യൂട്ടർ ഓപ്പറേഷൻ പോളിടെക്നിക്, കമ്മ്യൂണിറ്റി പോളിടെക്നിക് സ്കീം സമാന സ്വഭാവമുള്ള ഒരു സർട്ടിഫിക്കറ്റാണ്. പിന്നെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ട്രെയിനിങ് കോഴ്സ് സ്കീം, അതും സമാന സ്വഭാവമുള്ളതാണ്. പിന്നെ ഡേറ്റ പ്രിപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ സ്റ്റേറ്റ് കൗൺസിൽ ഫോർ വൊക്കേഷൻ ട്രെയിനിങ്, അത് ഒരു സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റാണ്. അത് ഇതിന് സമാനമായി കരുതപ്പെടുന്നൊരു സർട്ടിഫിക്കറ്റാണ്. DOE-ACC O ലെവൽ എക്സാമിനേഷനാണ് ഇവിടെ സമാനമായി പരിഗണിക്കപ്പെടും. ഇലക്ട്രോണിക് ടൈപ്പിംഗ്, വേഡ് പ്രോസസ്സിംഗ് ആൻഡ് DATA എൻട്രി ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് കേരള സ്റ്റേറ്റ് ഓഡിയോ വിഷ്വൽ റിപ്രോഗ്രാഫിക് സെൻറ്റർ നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, പരിഗണനാർഹമാണ്. പിന്നെ സർട്ടിഫിക്കറ്റ് ഇൻ ഓഫീസ് ഓട്ടോമേഷൻ ബോർഡ് ഓഫ് ടെക്നിക്കൽ എക്സാമിനേഷൻ കേരള നൽകുന്ന സർട്ടിഫിക്കറ്റാണ്, അത് സ്വീകാര്യമാണ്. കമ്പ്യൂട്ടറൈസ്ഡ് ഓഫീസ് ഓട്ടോമേഷൻ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ സെൽ നൽകുന്ന സർട്ടിഫിക്കറ്റ് സ്വീകാര്യമാണ്. അവിടെ സ്ഥാപനങ്ങൾ കാണാൻ അപ്പൻഡിക്സ് 1 ABC നോക്കുക. അപ്പൻഡിക്സ് 1 ABC എന്നുള്ളത് നിങ്ങൾ നോക്കുക. അവിടെ പറയുന്ന സ്ഥാപനങ്ങൾക്കെല്ലാം ഇത് ബാധകമാണ്. പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് വേഡ് പ്രോസസ്സിംഗ് കാനഡ ഇൻസ്റ്റിറ്റ്യൂഷണൽ കോഓപ്പറേഷൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട്. അവിടെയും അപ്പൻഡിക്സ് 1 ABCയിൽ പറയുന്ന 44 പോളിടെക്നിക്കിൽ നിന്ന് 29 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ നിന്ന് 9 എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് കിട്ടിയ യോഗ്യതകൾ, ഈ പറഞ്ഞ യോഗ്യത അവിടെ ബാധകമാണ്. അത് കാണാനായിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ആ ഫോം എടുക്കുക. പിന്നെ മൾട്ടി ലിംഗൽ ഓഫീസ് ഓട്ടോമേഷൻ, പിന്നെ NTC ഡേറ്റ പ്രിപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്ന് NCTV നൽകുന്നത്, പിന്നെ NCTV കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന NCTV നൽകുന്നത്, O ലെവൽ എക്സാമിനേഷൻ DOE-ACC സൊസൈറ്റി നൽകുന്നത്, ഓഫീസ് 2000 വിത്ത് ഇൻ്റർനെറ്റ് സ്റ്റെഡ് പ്രോജക്റ്റിൻ്റെ ഭാഗമായി കിട്ടുന്ന സർട്ടിഫിക്കറ്റ്, ഓഫീസ് ഓട്ടോമേഷൻ AICTE ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നൽകുന്ന സർട്ടിഫിക്കറ്റ്, ഓഫീസ് ഓട്ടോമേഷൻ CDAC ജിസ്പേസ് പിന്നെ ഡയറക്റ്റായിട്ടോ ഫ്രാഞ്ചൈസിയിലൂടെ കിട്ടുന്നത് ഈ സർട്ടിഫിക്കറ്റ്. പിന്നെ ഓഫീസ് ഓട്ടോമേഷൻ കെൽട്രോൺ നൽകുന്ന സർട്ടിഫിക്കറ്റ്, ഓഫീസ് ഓട്ടോമേഷൻ ഗവൺമെൻറ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന സർട്ടിഫിക്കറ്റ്, ഓഫീസ് ഓട്ടോമേഷൻ IHRD നൽകുന്ന സർട്ടിഫിക്കറ്റ്, ഓഫീസ് ഓട്ടോമേഷൻ ഇൻക്ലൂഡിംഗ് WP എൻ്റർപ്രീനർഷിപ്പ് ഡെവലപ്മെൻറ്റ് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് കാലിക്കട്ട്, റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് കാലിക്കട്ട് നൽകുന്ന ക്വാളിഫിക്കേഷൻ നമുക്ക് സമാനമായി എടുക്കാം. പിന്നെ ഓഫീസ് ഓട്ടോമേഷൻ DBase 3+, ലോട്ടസ് 1, 2, 3 ആൻഡ് വേഡ് പ്രോജക്റ്റ് എന്ന കമ്മ്യൂണിറ്റി പോളിടെക്നിക് സ്കീം ൻ്റെ ഭാഗമായി നൽകുന്ന സർട്ടിഫിക്കറ്റാണ്. ഇത് നമ്മൾ അപ്പൻഡിക്സ് 1 ABCയിൽ പറയുന്ന 44 പോളിടെക്നിക്കുകൾ, 29 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, 9 എഞ്ചിനീയറിംഗ് കോളേജുകൾ എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകൾക്ക് ബാധകമാണ്. അത് സമാന സ്വഭാവമുള്ളതാണ്. ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് സെയിൽസ്മാൻഷിപ്പ് എന്ന് പറഞ്ഞ് കേരള സ്റ്റേറ്റ് ഓഡിയോ വിഷ്വൽ റിപ്രോഗ്രാഫിക് സെൻറ്റർ നൽകുന്ന സർട്ടിഫിക്കറ്റ് നമുക്ക് സമാന സ്വഭാവമുള്ള സർട്ടിഫിക്കറ്റായി പരിഗണിക്കാം. ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് വേഡ് പ്രോസസ്സിംഗ് ഓഫീസ് എന്ന് പറയുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് പരിഗണിക്കാം. ഇതും നമ്മുടെ അപ്പൻഡിക്സ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 1 ABC എന്ന് പറയുന്ന ആ ഒരു ഫോമിലുള്ള പോളിടെക്നിക് 44, ആർട്സ് ആൻഡ് സയൻസ് കോളേജ് 29, എഞ്ചിനീയറിംഗ് കോളേജ് 9 എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സമാന സ്വഭാവമുള്ളതായി പരിഗണിക്കപ്പെടും. സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഓഫീസ് ഓട്ടോമേഷൻ മൾട്ടി ഡേറ്റ അണ്ടർ സ്റ്റെഡ് പ്രോജക്റ്റ് ഫ്രാഞ്ചൈസി ആണെങ്കിലും സ്ഥാപനം നേരിട്ട് നടത്തുന്നതാണെങ്കിലും യോഗ്യത പരിഗണിക്കപ്പെടും. PC ആൻഡ് സോഫ്റ്റ്വെയർ പാക്കേജ് LBS സെൻറ്റർ നടത്തുന്നത്, PC സോഫ്റ്റ്വെയർ പോളിടെക്നിക് നടത്തുന്ന PC സോഫ്റ്റ്വെയർ, MS ഓഫീസ് ഓട്ടോമേഷൻ ശ്രമിക് വിദ്യാപീഠം നടത്തുന്നത്, NDC DTP ഓപ്പറേറ്റർ NCBT നടത്തുന്നത്, പിന്നെ MS ഓഫീസ് TCIL നടത്തുന്നത്, MS ഓഫീസ് കൗൺസിൽ ഫോർ ടെക്നോളജി ആൻഡ് സയൻസ് കേരള നടത്തുന്നത്, MS ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് DTP ജൻ ശിക്ഷ സംസ്ഥാൻ നടത്തുന്നത്, MS ഓഫീസ് കൗൺസിൽ ഫോർ ടെക്നോളജി ആൻഡ് സയൻസ് ഓഫ് കേരള നടത്തുന്നത്, MS ഓഫീസ് വിത്ത് ഇൻ്റർനെറ്റ് കാനഡ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂഷണൽ കോഓപ്പറേഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇത് ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം നമ്മുടെ അപ്പൻഡിക്സ് 1 ABC ആ ഒരു പ്രിൻ്റ് നിങ്ങളൊന്ന് എടുത്ത് നോക്കുക, ആ PDF-ൻ്റെ പ്രിൻ്റ് എടുത്ത് നോക്കുക. അതിൽ പറയുന്ന 44 പോളിടെക്നിക്കുകൾ, 29 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, 9 എഞ്ചിനീയറിംഗ് കോളേജുകൾ എന്നിവയ്ക്ക് ഇതനുസരിച്ച് ക്വാളിഫിക്കേഷൻസ് നൽകാൻ കഴിയും. പിന്നെ MS ഓഫീസ് വിത്ത് പ്രാക്ടിക്കൽ ട്രെയിനിങ് LBS നടത്തുന്ന സർട്ടിഫിക്കറ്റ്, MS ഓഫീസ് നമുക്ക് പോളിടെക്നിക്കുകൾ നൽകുന്നത്, സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞ് IGNO നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, ബേസിക് ഓഫീസ് ഓട്ടോമേഷൻ എന്ന പേരിൽ കെൽട്രോൺ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് മാനേജീരിയൽ കോഴ്സ് ഇൻ ഓഫീസ് ഓട്ടോമേഷൻ എന്ന പേരിൽ സ്മാൾ ഇൻഡസ്ട്രീസ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് മിനിസ്ട്രി ഓഫ് കേരള സ്മാൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ നടത്തുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്.
അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ പാക്കേജസ് ഫോർ ഓഫീസ് ഓട്ടോമേഷൻ എന്ന പേരിൽ സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് കണ്ടിന്യൂ എഡ്യൂക്കേഷൻ സെൽ നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. പിന്നെ കമ്പ്യൂട്ടർ പാക്കേജസ് ഫോർ ഓഫീസ് ഓട്ടോമേഷൻ എന്ന പേരിലും സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് നൽകുന്ന സർട്ടിഫിക്കറ്റ് ഇവിടെ നമുക്ക് സമാന സർട്ടിഫിക്കറ്റായിട്ട് എടുക്കാം. കമ്പ്യൂട്ടറൈസ്ഡ് ഓഫീസ് മാനേജ്മെൻറ്റ്, ഇൻ്റർനെറ്റ് ആൻഡ് ഇ കൊമേഴ്സ്, DOS, വിൻഡോസ് 98, MS വേർഡ്, എക്സൽ, പവർ പോയിൻറ്റ്, ആക്സസ്, ഇൻ്റർനെറ്റ് ആൻഡ് ഇ കൊമേഴ്സ്, സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി എൻ്റർപ്രീനർഷിപ്പ് ഡെവലപ്മെൻറ്റ്, സീസ്റ്റഡ് നൽകുന്ന ക്വാളിഫിക്കേഷൻ നമുക്കിവിടെ പരിഗണിക്കാം. സർട്ടിഫിക്കറ്റിന് ഇലക്ട്രോണിക് ഓഫീസ് നമ്മളുടെ സിഡാക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റ് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഡയറക്റ്റ് ആയിട്ടുള്ളതാണെങ്കിലും ഫ്രാഞ്ചൈസി മുഖേനയുള്ളതാണെങ്കിലും. പിന്നെ ഓഫീസ് ഓട്ടോമേഷൻ, ER ആൻഡ് DCI, സിഡാക്ക്, ER ആൻഡ് DCI, സിഡാക്ക്, പിന്നെ ജിസ്റ്റ്, പേസ് ഇവരൊക്കെ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ ഇവിടെ നമുക്ക് സ്വീകാര്യമാണ്. ഓഫീസ് ഓട്ടോമേഷൻ, ബിസിനസ് പ്രൊഫഷൻ പ്രോഗ്രാം സർട്ടിഫിക്കറ്റ് ആഫ്റ്റർ പാസിംഗ് O level എക്സാമിനേഷൻ, DOE, ACC, സൊസൈറ്റി നൽകുന്ന സർട്ടിഫിക്കറ്റ് നമുക്ക് സമാന സ്വഭാവമുള്ള സർട്ടിഫിക്കറ്റായിട്ട് എടുക്കാം. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, PGDCA, സിഡാക്ക് നൽകുന്നത് നമുക്ക് സ്വീകാര്യമാണ്. PG ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻ, TKM കോളേജ് നൽകുന്ന സർട്ടിഫിക്കറ്റ് സ്വീകാര്യമാണ്. അതുപോലെ തന്നെ PGDCA ഏത് ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ളതും നമുക്ക് സ്വീകരിക്കാൻ കഴിയും. MCA, യൂണിവേഴ്സിറ്റി ഓഫ് കേരള, MCA, IGNO ഇവർ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ബാധകമാണ്. ഓഫീസ് മാനേജ്മെൻറ്റ് വിത്ത് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, സ്റ്റെറ്റ് പ്രോജക്റ്റ് നൽകുന്ന സർട്ടിഫിക്കറ്റ്സ് നമുക്ക് സമാന സ്വഭാവമുള്ളതായി കണക്കാക്കാം. കമ്പ്യൂട്ടറൈസ്ഡ് ഓഫീസ് മാനേജ്മെൻറ്റ് ആൻഡ് അക്കൗണ്ടിംഗ്, സ്റ്റെറ്റ് പ്രോജക്റ്റ് നൽകുന്ന സർട്ടിഫിക്കറ്റ് സമാനമാണ്. ഡിപ്ലോമ ഇൻ ഗ്രാഫിക് ആൻഡ് മൾട്ടിലിംഗ്വൽ, DTP, സിഡാക്ക്, ജിസ്റ്റ്, പേസ് ഇവരൊക്കെ നൽകുന്ന സർട്ടിഫിക്കറ്റ് ബാധകമാണ്. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ കമ്മ്യൂണിറ്റി പോളിടെക്നിക് സ്കീം അനുസരിച്ച് നമ്മൾ പറഞ്ഞ അപ്പൻഡിക്സ് 1 A, B, C പറയുന്ന സ്ഥാപനങ്ങൾ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ സമാനമാണ്. കമ്പ്യൂട്ടർ ലിറ്ററസി പ്രോഗ്രാം, ജലശിക്ഷൻ സംസ്ഥാനം നൽകുന്ന സർട്ടിഫിക്കറ്റ് അത് നമുക്ക് ആ കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് നമുക്ക് എടുക്കാവുന്നതാണ്. ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് എന്ന് പറയുന്നൊരു ക്വാളിഫിക്കേഷൻ, അത് DCIO, ER ആൻഡ് DCI നൽകുന്നത്, ഫ്രാഞ്ചൈസിയിലൂടെ നൽകുന്നതായാലും കുഴപ്പമില്ല. വിൻഡോസ് പാക്കേജ്, ജനശിക്ഷൻ സംസ്ഥാൻ കാലിക്കറ്റ് നൽകുന്ന സർട്ടിഫിക്കറ്റിന് ഇലക്ട്രോണിക് ഓഫീസ് എന്ന പേരിൽ CDT നൽകുന്ന സർട്ടിഫിക്കറ്റ്. പിന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ET&T കോർപ്പറേഷൻ ലിമിറ്റഡ് നൽകുന്ന സർട്ടിഫിക്കറ്റ്. ട്രെയിനിങ് ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഓഫീസ് ഓട്ടോമേഷൻ എന്ന സ്മാൾ ഇൻഡസ്ട്രീസ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, മിനിസ്ട്രി ഓഫ് ഇന്ത്യ സ്മാൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ നൽകുന്നത്. പിന്നെ DCA ഫാസ്റ്റ് ട്രാക്ക് എന്ന പേരിൽ CAPT നൽകുന്ന ക്വാളിഫിക്കേഷൻ. ഇതൊക്കെയാണ് PSC നാളിതുവരെ. കാരണം ഇതിനോട് ഇനിയും ക്വാളിഫിക്കേഷൻസ് ആഡ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ പുതിയ ക്വാളിഫിക്കേഷൻ ഉണ്ടാകും. അത് നമ്മളീ പറയുന്ന വേഡ് പ്രോസസ്സിംഗായിട്ട് സാമ്യമുള്ളതാണ്, ഈ സിലബസ് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉദ്യോഗാർത്ഥികൾ പലപ്പോഴും ഗവൺമെൻറ് ആ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് അതിൻ്റെ ആധികാരിക പരിശോധിക്കണമെന്നും ഇതിനോട് സമാന സ്വഭാവമുള്ള സർട്ടിഫിക്കറ്റായിട്ട് ഇത് ചേർക്കപ്പെടണമെന്ന് പറഞ്ഞ് അപേക്ഷ കൊടുക്കാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ഇത് പലപ്പോഴും ഓരോ മാസത്തിലൊന്നോ അല്ലെങ്കിൽ 2 മാസത്തിലൊന്നോ എന്നൊക്കെയുള്ള രീതിയിൽ ഇത് വിപുലീകരിക്കപ്പെടാറുണ്ട്. നമ്മൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് മുമ്പ് കാണുന്ന ക്വാളിഫിക്കേഷൻ കുറേ ഉണ്ടാകും, അതിനോടൊപ്പം കുറേ കൂടെ ആഡ് ചെയ്യപ്പെടാറുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് ഒരു വിവരം നൽകിയിരിക്കുന്നത്. ഇനി നമുക്കിവിടെ അപ്പൻഡിക്സ് 2 പറയുന്ന ആ 2 സർട്ടിഫിക്കറ്റുകൾ നമുക്കൊന്ന് പരിശോധിക്കണം. അതായത് ഇവിടെ നമുക്ക് അപ്പൻഡിക്സ് 2A അപ്പൻഡിക്സ് 2B ഒന്ന് പരിശോധിക്കാം. പരിശോധിച്ച് കഴിയുമ്പോൾ ക്വാളിഫിക്കേഷനെ പറ്റിയുള്ള ഒരു ശരിയായ ധാരണ നിങ്ങൾക്കുണ്ടായിക്കഴിയും. അപ്പൻഡിക്സ് 2A വിവരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൂടെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് കോമൺ ആയിട്ട് ഏതൊക്കെ സ്ഥാപനങ്ങളുടെ ഇത് സംബന്ധമായ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് സ്വീകാര്യമാണ്. ഇത് കൂടുതൽ സ്ഥാപനങ്ങളുണ്ട്, ആ സ്ഥാപനങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാനിത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ്, എഞ്ചിനീയറിംഗ് കോളേജ്, പോളിടെക്നിക് തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് വരിക. അപ്പോൾ ഈ വകുപ്പിന് കീഴിൽ വരുന്ന സ്ഥാപനങ്ങൾ പുറപ്പെടുവിക്കുന്ന സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ സ്വീകാര്യമാണ്. ദേശീയ സംസ്ഥാന തൊഴിൽ പരിശീലന വകുപ്പ്, കൗൺസിൽ, നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റുകൾ, ഇത് സംബന്ധിച്ച ട്രേഡുകളൊക്കെ തന്നെ നമുക്ക് സ്വീകാര്യമാണ്. യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുമ്പോൾ ഇഗ്നോ ഉണ്ടല്ലോ, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പോലുള്ള ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും സർട്ടിഫിക്കറ്റുകൾ നമുക്ക് സ്വീകാര്യമാണ്. എന്താണ് വേഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റിനെ പറ്റിയാണ് നമ്മളിവിടെ പറയുന്നത്. LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി പുറപ്പെടുവിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, അവിടെ വേഡ് പ്രോസസ്സിംഗ് കൂടി ഒരു പാഠ്യഭാഗമായി വരുന്ന സർട്ടിഫിക്കറ്റുകൾ സ്വീകാര്യമാണ്. IHRDയുടെ സർട്ടിഫിക്കറ്റുകൾ, CDITൻ്റെ സർട്ടിഫിക്കറ്റുകൾ, കേരള സ്റ്റേറ്റ് ഓഡിയോ വിഷ്വൽ റിപ്രോഗ്രാഫിക് സെൻറ്ററിൻ്റേത്, കെൽട്രോണിൻ്റേത്, KR&DC സിഡാക്കിൻ്റേത്, പിന്നെ തുടർ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, ആർട്സ് ആൻഡ് സയൻസ്, എഞ്ചിനീയറിംഗ് കോളേജുകൾ, പോളിടെക്നിക്കുകൾ എന്നിവയിൽ നടത്തുന്ന ആ
പോസ്റ്റുകൾ. അത് സെൻറ്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ഇൻ കേരളയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വ്യാപാരം. നമ്മൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്തത്. 1 A B Cയിൽ നമ്മൾ പറഞ്ഞു ഉപകേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ കമ്മ്യൂണിറ്റി പോളിടെക്നിക് സ്കീം പ്രകാരം നടത്തുന്ന സ്കീമുകൾ നമുക്കിതിന് സ്വീകാര്യമാണ്. കാനഡ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂഷണൽ കോപ്പറേഷൻ പ്രോജക്റ്റ് പ്രകാരം നടത്തുന്നവ നമ്മളിതൊക്കെ നേരത്തെ ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെട്ടതാണ്. ശ്രമിക് വിദ്യാപീഠം, ജലശിക്ഷൻ സൻസാൻ എന്ന ശ്രമിക് വിദ്യാപീഠം നടത്തുന്ന കോഴ്സുകൾ, സയൻസ് ടെക്നോളജി എൻ്റർപ്രീനർ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്, സ്റ്റെഡ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എന്നിവ നടത്തുന്നവ, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സ് അക്രഡിറ്റേഷൻ ഓഫ് കമ്പ്യൂട്ടർ സോഴ്സസ് നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ കോമൺ സർട്ടിഫിക്കറ്റുകളാണ് ഇവിടെ പറയുന്നത്. ഇതിനേക്കാൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അതിൽ പല സ്ഥാപനങ്ങളും കടന്നു വന്നിരുന്നു. ഇനി നമുക്ക് അപ്പൻഡിക്സ് 2B കൂടി ഒന്ന് പരിചയപ്പെടാം. അപ്പൻഡിക്സ് 2Bയിലും ഇതുപോലെ കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. പക്ഷേ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ലിസ്റ്റ് നിങ്ങളെ കാണിച്ചുകൊണ്ട് ഇന്ന സ്ഥാപനങ്ങളെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല. എന്തായാലും ഈ അപ്പൻഡിക്സ് 1 ABCയും അതുപോലെ തന്നെ അപ്പൻഡിക്സ് 2Aയും 2Bയും നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടെ നിങ്ങളൊന്ന് റെഫർ ചെയ്യുക. അപ്പോഴേക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമാകും. അപ്പോൾ ഇവിടെ കാര്യങ്ങൾ വ്യക്തമാണ്. ഒരുപക്ഷേ ഞാൻ ഈ പറഞ്ഞ യോഗ്യതകൾ ഏതെങ്കിലും നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ അയക്കാം. പലപ്പോഴും അപേക്ഷ അയച്ച് പ്രോസസ്സിംഗ് നടക്കുന്ന സമയത്തും ഈ പറഞ്ഞതിലൂടെ ഇക്വലന്റ് എന്ന് പറഞ്ഞ് ക്വാളിഫിക്കേഷൻസ് ആഡ് ചെയ്തുകൊണ്ടായിരിക്കും. ഇത് സ്ഥിരമായി നിൽക്കുന്ന ഒന്നല്ല, ആഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പല ഉദ്യോഗാർത്ഥികളും ഗവൺമെന്റിലേക്ക് ഒരു റെപ്രസെന്റേഷൻ കൊടുക്കും. സാർ ഇത് വേഡ് പ്രോസസ്സിംഗ് എല്ലാം പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇക്വലന്റ് ആക്കണമെന്നൊക്കെ പറയുമ്പോൾ ഗവൺമെന്റ് ഇത് പരിശോധിച്ചിട്ട് ഇക്വലന്റ് ആക്കാറുണ്ട്. അങ്ങനെയാകുമ്പോൾ PSC ആ ലിസ്റ്റിങ്ങിനെ വിപുലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ കൈവശം ഒരു വേഡ് പ്രോസസ്സിംഗിന് തുല്യമാണ്. വേഡ് പ്രോസസ്സിംഗിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം ഞാനിത് പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ അയക്കാം. അപേക്ഷ അയച്ചിട്ട് ഗവൺമെന്റ് ആ അപേക്ഷയുടെ കോപ്പിയും മറ്റു കാര്യങ്ങളും വെച്ച് റിക്വസ്റ്റ് കൊടുക്കുക. റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളുടെ റിസൾട്ട് വരുന്ന സമയത്തേക്ക് ഗവൺമെന്റ് അത് സംബന്ധിച്ചൊരു ഓർഡർ ഇറക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ രക്ഷപ്പെട്ടു പോകാൻ കഴിയും. അപ്പൊ ഇതൊക്കെയാണ് ഈ കാര്യത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതിൽ അയക്കാൻ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അപേക്ഷ അയക്കാതിരിക്കരുത്. കാരണം ഈ വേഡ് പ്രോസസ്സിംഗിന്റെ കാരണത്താൽ ഒരു മുഖ്യധാര വിഭാഗം ഈ തസ്തികയുടെ മത്സരത്തിൽ നിന്ന് ഒഴിവായി പോകുമ്പോൾ ഇതിലെ മത്സരക്ഷമത കുറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു തസ്തികയാണ്. വളരെ വേഗത്തിൽ ജോലി കിട്ടുന്ന തസ്തികയാണ്. വളരെ പ്രൊമോഷൻ സ്കോപ്പ് ഉള്ളതാണ്. അതുപോലെ തന്നെ ഇനി നാളെ സാമ്പത്തികത്തിന്റെ ബുദ്ധിമുട്ടുണ്ടായ ഒരു തകർച്ച ഉണ്ടാകും. ഒന്നും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ശബരിമല ക്ഷേത്രവും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ട്രാവൻകൂർ ദേവസ്വത്തിലുള്ളിടത്തോളം നമ്മൾ സാമ്പത്തികത്തിന്റെ കാര്യത്തിലോ ശമ്പളം കിട്ടില്ലെന്നോ ഒന്നും വിഷമിക്കേണ്ടി വരില്ല. എല്ലാവർക്കും വിജയാശംസകൾ. ഗുഡ് ബൈ.